ബൈജൂസ് വ്ലോഗ്സിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി ഉണ്ടാക്കിയാലോ? ഒരിക്കൽ ട്രൈ ചെയ്തവർ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും എന്ന് ഉറപ്പുള്ള ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ സ്മാർട്ട് ഫോൺ സമ്മാനമായി നൽകുന്ന കാര്യം മറക്കണ്ട. നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് 15,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കും ഇടയിൽ വില വരുന്ന ഒരു സ്മാർട്ട് ഫോൺ സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. അത് ലഭിക്കുവാനായിട്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. ശേഷം നിങ്ങളുടെ ഒരു കമൻറ്റ് നിർബന്ധമായും രേഖപ്പെടുത്തുക. ഇത്രയും മതി. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ ചിക്കൻ ഉണ്ടാക്കുന്നതിനായി ആദ്യമേ തന്നെ 1/2 കിലോ എല്ല് ഒഴിവാക്കിയ ചിക്കൻ എടുത്ത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതിന് ശേഷം അതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വൃത്തിയായി കഴുകിയെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ നിറയെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ വിനാഗിരി എന്നിവ ചേർത്തതിന് ശേഷം ഒരു മുട്ട കൂടെ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇത് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കുക. 1 മണിക്കൂർ കഴിയുമ്പോൾ ഇതുപോലെ ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി തിളച്ചു വരുമ്പോൾ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ആ എണ്ണയിലേക്ക് എടുത്ത് ഇട്ടതിന് ശേഷം നന്നായി വറുത്ത് കോരിയെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ മണം അടിക്കുമ്പോൾ നമുക്കിത് തിന്നണമെന്നും തോന്നും, വായിൽ കപ്പലും ഓടും. എന്നാലും സഹിച്ചു നിൽക്കണം, ഇപ്പോൾ തിന്നരുത്. ചിക്കൻ വറുത്ത് കോരിയ ചട്ടിയിൽ നിന്നും എണ്ണ കോരി മാറ്റിയ ശേഷം കുറച്ച് എണ്ണ അതിൽ തന്നെ വച്ചിട്ട് തീ കത്തിക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ആ എണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 വറ്റൽമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുനുകുനെ അരിഞ്ഞത്, ഒരു 5 അല്ലി വെളുത്തുള്ളി കുനുകുനെ അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില ചെറുതായി കീറിയത്, 1 സവോള ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ഇവ ഈ എണ്ണയിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വഴന്നു വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എന്നിവ ചേർത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ വറുത്ത് കോരി വച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തീർന്നില്ല, ഇനിയുമുണ്ട് പണി. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ്, അല്പം മല്ലിയില, പിന്നെ 5-10 കശുവണ്ടി പരിപ്പ് എന്നിവ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി വിളമ്പിക്കോ, പാത്രം എപ്പോൾ കാലിയായി എന്ന് ചോദിച്ചാൽ മതി. നമുക്ക് നാളെ കാണാം.